ഹലോ, ഒരുപാട് ഇതിനിടെ നോക്കിയാലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ നല്ല ചൂട് ഉഴുന്ന് ദോശ ചുട്ടാഞ്ചുണ്ടായിരുന്നു. ആ ചൂട് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു. കൂടെ തന്നെ തക്കാളി ചട്നിയും പിന്നെ തേങ്ങാ ചട്നിയും ഉണ്ടായിരുന്നു. തക്കാളി ചട്നി ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള തക്കാളി ചട്നി ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇളനീരുണ്ടായിരുന്നു. അച്ഛനപ്പം തന്നെ ഇളനീര് ചെത്തി തന്നപ്പോൾ ഞാനത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഉച്ചക്ക് 2 മണിയായ സമയത്ത് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തേങ്ങ അരച്ച കറിയും മീനിൻ്റെ പേര് ഓർമ്മയില്ല, പിന്നെ നല്ല മത്തി മുളകിട്ടതും ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ മുളകിട്ട കറീനോടാണ് ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞ് ഈവനിങ് സ്നാക്സിന് ഈ ഒരു ഉഴുന്നുവടയും പിന്നെ സോസ് ഊറ്റി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്നുവടേൻ്റെ കൂട്ടത്തിൽ ഒരു കപ്പ് ചായയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ റംബൂട്ടാൻ ഇങ്ങനെ ഏകദേശമായി, അതുകൊണ്ട് അപ്പം തന്നെ അതും കൂടി 2 എടുത്ത് കഴിച്ചു. അത്ര പിന്നെ അധികം ഹെവി ആക്കാണ്ട് 2 ചപ്പാത്തിയും പിന്നെ ഉച്ചക്കത്തെ തേങ്ങ അരച്ച കറിയും. പിന്നെ മെയിനായിട്ട് ഈ ചപ്പാത്തിൻ്റെ കൂടെ പോകുന്നത് മുളകിട്ട കറിയാണ്. മുളകിട്ട കറിയും അതിൽ നിന്നൊരു മത്തി കഷ്ണവും പിന്നെ എണ്ണറും ഉണ്ടായിരുന്നു. ചപ്പാത്തി ഇട്ട പാനിൽ തന്നെ ഒരു നല്ല മുട്ട ബുൾസയും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. അതും മുട്ട കൂടുതൽ വേവാണ്ട് ഒരു ഹാഫ് വേവായിട്ട് കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇതൊക്കെ ടേബിളിൽ കൊണ്ട് എടുത്ത് വെച്ച് കഴിക്കാൻ തുടങ്ങി. ആ മുളകിട്ട കറി അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.